ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും പിന്നെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 10 മിനിറ്റ് മാത്രം മതി. അധികം ചേരുവകളൊന്നും വേണ്ട. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടേസ്റ്റിലുള്ള ഹോട്ട് ചോക്ലേറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, കുട്ടികളൊക്കെ ഗസ്റ്റായിട്ട് പെട്ടെന്ന് വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതെല്ലാ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ 2 ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മതിയാവും. അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ച് കയ്പ്പ് ടേസ്റ്റ് കാണും. അപ്പോൾ നമ്മൾ അളവ് കൂട്ടുന്തോറും ഹോട്ട് ചോക്ലേറ്റിന് കുറച്ച് കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ കഴിക്കാനും പാടായിരിക്കും. പക്ഷേ കയ്പ്പ് ടേസ്റ്റ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഹാർട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഈ കവറിൻ്റെ ബാക്കിൽ എത്രയാണ് മൊത്തം അളവെന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മുറിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പീസാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും വേണ്ട, കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ്. ഇപ്പോൾ മധുരം ഉള്ളതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഒരു നുള്ളു ഉപ്പ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 1/4 കപ്പ് പാലാണ്. 240 ml കപ്പിലാണ് അളന്നെടുക്കുന്നത്. ആദ്യമേ മൊത്തം പാലും ഒന്നിച്ചൊഴിച്ച് കൊടുക്കരുത്. കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ബാക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. തീ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. തീ കൂട്ടിയിടരുത്, എന്നാലേ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. സാധാ പാനാണ് എടുക്കുന്നതെങ്കിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം അലിഞ്ഞു വരണം. ചെറുതായിട്ട് മുറിച്ചാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അലിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചില കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ഹോട്ട് ചോക്ലേറ്റ് നല്ല ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്, ചിലതിൽ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. എനിക്ക് കുറച്ചൊന്ന് കുറുകി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണോ ഇഷ്ടം അത് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. അധികം കട്ടിയായി പോകാനും പാടില്ല. ഇപ്പോൾ കുറുകി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ലൂസായി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കുകയാണ്. ന്യൂട്ടെല്ലയ്ക്ക് പകരം നമ്മളുണ്ടാക്കിയ ഹോട്ട് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത്രയും വലിയ ഗ്ലാസ് ഒന്നും വേണ്ട, ചെറിയ ഗ്ലാസ് എടുത്താൽ മതി. നമ്മൾ 2 പേർക്കുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കുറച്ച് വലിയ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മുകളിലോട്ട് ഇത് മുക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയി വരും. ഇനി ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മാഷ്മെല്ലോ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.